ഹായ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഡിസ്ലൈക്ക് ഹേറ്റ് എന്ന രീതിയിലുള്ള കുറച്ച് ടോപ്പിക്സാണ്. ഓക്കെ, ബേസിക്കലി നമ്മൾ ജീവിക്കുന്ന സമയത്ത്, ഓരോ ടൈം നമ്മൾ ജീവിക്കുന്ന സമയത്ത് യു ഗോയിങ് ടു ഹാൻഡിൽ ലോട്ട് ഓഫ് ഡിസ്ലൈക്സ്, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ഹേറ്റ്സ്, അല്ലെങ്കിൽ പീപ്പിൾ ഡോണ്ട് ലൈക്ക് യു എന്ന രീതിയിൽ സംടൈം ഞാൻ ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട്, വൈ പീപ്പിൾ ഡിസ്ലൈക്ക് മീ എന്ന രീതിയിൽ ചിന്തിക്കാറുണ്ട്. വാട്ട് വിൽ ബി ദ റീസൺ എന്ന രീതിയിൽ. ബിക്കോസ് ഐ എം ഡൂയിങ് ബെറ്റർ എന്ന ഫീലിംഗ് എനിക്ക് എപ്പോഴും ഉള്ളതുകൊണ്ട് ഉണ്ടാകാറുണ്ട്. ഐ ഓൺലി മേക്ക് മിസ്റ്റേക്ക് വരുത്തും, ബട്ട് ഐ എം ഡൂയിങ് ബെറ്റർ എന്ന രീതിയിലാണ് ഞാൻ ചിന്തിക്കുക. ബട്ട് സ്റ്റിൽ വൈ പീപ്പിൾ ഡിസ്ലൈക്ക് മീ എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. ദെൻ ഓവർ എ ടൈം ഐ റിയലൈസ് പീപ്പിൾ ലൈക്ക് യു only when you do things or you talk things or you behave in a way that favor the opposite person. Okay, it's not ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഓപ്പോസിറ്റുള്ള പേഴ്സണെ നമ്മളോട് ലൈക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്യാത്ത ഒരു സിറ്റുവേഷനിലും ഓപ്പോസിറ്റുള്ള പേഴ്സണെ നമുക്ക് നമ്മളോട് ലൈക്സ് ഉണ്ടാവില്ല. മോസ്റ്റ്ലി ദേ ഗോയിങ് ടു ഡിസ്ലൈക്ക്. ബട്ട് അതെപ്പോഴും പോർട്രേ ചെയ്യുക യു ആർ നോട്ട് എ ഗുഡ് ഇനഫ്, അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ അവർ ഇഷ്ടപ്പെടാത്തത്. ആക്ച്വലി നമ്മൾ ഫേവറബിൾ അല്ല എന്നതുകൊണ്ട് മാത്രമായിരിക്കാം നമ്മളെ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് ഇഷ്ടമാകാതിരിക്കുന്നത്. ഓക്കെ, നത്തിങ് ടു കണക്ട് വിത്ത്, എന്താ പറയുക, നമ്മൾ നോട്ട് ഡൂയിങ് വെൽ എന്ന രീതിയിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു ഗവൺമെൻറ്റിൽ കൊടുക്കുന്ന കമൻറ്റ് ഗുഡ് ഗവൺമെൻറ് ആണോ ബാഡ് ഗവൺമെൻറ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് വാട്ട് ദാറ്റ് ഗവൺമെൻറ് ഡിഡ് ടു ദിസ് പേഴ്സൺ എന്ന രീതിയിലായിരിക്കും. ഓക്കെ, ദാറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് ദിസ് പേഴ്സണ് എന്തെങ്കിലും ബെനിഫിഷ്യർ ആയിട്ടുള്ളത്, ഫേവറബിൾ ആയിട്ടുള്ള കാര്യം കിട്ടിയോ എന്ന ഒരു പോയിൻറ്റിൻ്റെ ബേസിൽ മാത്രമായിരിക്കും ആ വ്യക്തി ആ ഗവൺമെൻറ്റിനെ ഗുഡ് ഗവൺമെൻറ് ഓർ ബാഡ് ഗവൺമെൻറ് എന്ന് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്പോർട്സ് പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. ഐ എം കണക്റ്റഡ് ടു സ്പോർട്സ്. വെൻ എ ഗവൺമെൻറ് കം, ദേ ഡു സംതിങ് ഗുഡ് ഫോർ ദ സ്പോർട്സ്, ദെൻ ദാറ്റ് പേഴ്സൺ ഗോയിങ് ടു ബി ഫീൽ ദിസ് ഗവൺമെൻറ് ഇസ് ഗുഡ്. ഓക്കെ, ആ പേഴ്സൻ്റെ കമൻറ്റ് എപ്പോഴും ദിസ് പേഴ്സൺ ഗവൺമെൻറ് ഇസ് ഗുഡ് എന്ന രീതിയിൽ. കാരണം ആ വ്യക്തി നിൽക്കുന്ന ഫീൽഡിനോ അല്ലെങ്കിൽ ആ വ്യക്തിക്കോ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റോ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ആ ഗവൺമെൻറ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം ആ ഗവൺമെൻറ് ഗുഡാണെന്ന്. ഒരു ഗവൺമെൻറ് ഡ്യൂട്ടി ഏതെങ്കിലും പർട്ടിക്കുലർ തിങ്ങിലേക്ക് നോക്കിയിരിക്കുക എന്നുള്ളതല്ല. ദേ ആർ എ ബാലൻസിങ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ദെയർ ഡ്യൂട്ടി ഉണ്ട്, അവർ അത് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഓരോന്ന് ചെയ്തു പോകണം. അപ്പോൾ ഓൾറെഡി ആ ഗവൺമെൻറ് എന്താണ് ചെയ്യേണ്ടത് എന്നത് ഫുള്ളി ഡിഫൈൻഡ് ആണ്. ദിസ് ഈസ് വാട്ട് ഇത്. അവരത് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം നമ്മൾ നോക്കിയിട്ടാണ് അവരെ ജഡ്ജ് ചെയ്യേണ്ടത്. അത് ഒരു ഗവൺമെൻറ് നല്ലതാണോ ബെറ്റർ ആണോ എന്നൊക്കെ വാട്ട് ഈസ് ദ ഗവൺമെൻറ്, ഒരു ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്താണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അതിനുശേഷം വെദർ ദേ ഡിഡ് ദാറ്റ് എന്ന രീതിയിൽ മാത്രം നമ്മൾ നോക്കുക, വിലയിരുത്തുക. അതിനുശേഷം യു ജഡ്ജ് ദാറ്റ് ഗവൺമെൻറ് ഈസ് ഗുഡ്, ദാറ്റ് ഗവൺമെൻറ് ഈസ് നോട്ട് ഗുഡ് എന്ന രീതിയിൽ. പക്ഷേ മെജോറിറ്റി ഓഫ് സിറ്റുവേഷനിൽ വാട്ട് ഹാപ്പൻ, people think only in the way that government is benefiting to me or not. ഞാൻ എപ്പോഴും ഒരു ഗവൺമെൻറ് ബെറ്റർ ആണോ ബെറ്റർ അല്ലയോ എന്ന് നോക്കണം. ആ ഗവൺമെൻറ് എനിക്ക് ഫേവറബിൾ ആയിട്ടോ ഞാൻ നിൽക്കുന്ന ഫീൽഡിന് ഫേവറബിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്തോ എന്നതിൻ്റെ ബേസിലല്ല. ബിക്കോസ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി പറഞ്ഞാൽ ഓവറോൾ ഡ്യൂട്ടിയാണ്. ഹൗ ദേ ആർ ഡൂയിങ് ഇൻ ദെയർ ഡ്യൂട്ടി, അല്ലാതെ അവൻ്റെ ഓവറോൾ ഡ്യൂട്ടിയിൽ അവരെന്ത് ചെയ്തു എന്നത് മാത്രം എനിക്ക് നോക്കാൻ ഇഷ്ടം. അല്ലാതെ ആ ഒരു ഗവൺമെൻറ് ചെയ്ത ഒരു കാര്യം എനിക്ക് ഫേവറബിൾ ആയിട്ട് വന്നു, അതിൻ്റെ ബേസിൽ ഞാൻ ഒരിക്കലും ആ ഗവൺമെൻറ് ഗുഡ് ഗവൺമെൻറ് ആണെന്ന് വിചാരിക്കില്ല. ദർ ഹാവ് സം ഡ്യൂട്ടി, അതർ ഡ്യൂട്ടി ആൾസോ. അവരതിലൊക്കെ എന്ത് ചെയ്തു, അല്ലെങ്കിൽ അവൻ്റെ മൊത്തം ഡ്യൂട്ടിയിൽ അവരെന്ത് ചെയ്യുന്നു, ഹൗ ദേ ആർ പെർഫോമിങ് ആസ് എ ഹോൾ എന്ന രീതിയിലാണ് എൻ്റെ വിലയിരുത്തൽ വരിക. വെദർ ദേ ഗുഡ് ഇനഫ് ഓർ നോട്ട് ഗുഡ് ഇനഫ് എന്ന രീതിയിൽ. അല്ലാതെ എനിക്ക് ഫേവറബിളായിട്ട് അവരെന്തെങ്കിലും ചെയ്തു എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ട് അവർ ചെയ്തു എന്നുകൊണ്ട് ദേ ആർ ഗുഡ് ഇനഫ് എന്ന രീതിയിലേക്ക് ഞാൻ ചിന്തിക്കാൻ പറ്റും. ബേസിക്കലി പേഴ്സണൽ ലൈഫിൽ വരുമ്പോഴും ഇത് തന്നെയാണ്. കാരണം പീപ്പിൾ ഗോയിങ് ടു ലൈക്ക് യു വെൻ യു ഡു or you act or you behave or you talk in a way the other people will like. Okay, if you are not doing that, that person definitely going to dislike you. അല്ലേ, ആ പീപ്പിൾസ് എപ്പോഴും നമ്മളെ ഡിസ്ലൈക്ക് ചെയ്യും. they going to portray it that they dislike you because you are not good. ഓക്കെ, ആ രീതിയിൽ അത് പോർട്രേ ചെയ്യുള്ളൂ. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് they dislike you because you didn't done or you didn't behave or you didn't talk in a way they didn't like. ഓക്കെ, അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലോ എന്ന രീതിയിലാണ് നിങ്ങളുടെ ടോക്ക്, ബിഹേവിയർ, ക്യാരക്ടർ എന്ന് പോകുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദേ ഗോയിങ് ടു ഡിസ്ലൈക്ക് യു. ഓക്കെ, ദാറ്റ്സ് എ കോമൺ തിങ്. ഓക്കെ, പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ ഹ്യൂമൻ തിങ്. നമുക്കിപ്പോൾ മെജോറിറ്റി സിറ്റുവേഷനിൽ യു കനോട്ട് ഇപ്പോൾ ഐ എം എ ക്രിക്കറ്റ് ഫാൻ, ഐ എം ഒബ്വിയസ്ലി സപ്പോർട്ടിങ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഓസ്ട്രേലിയ കം ആൻഡ് ഡിഫീറ്റ് ഇന്ത്യ, ഒബ്വിയസ്ലി ഐ നോട്ട് ഗോയിങ് ടു ലൈക്ക്, എന്താ പറയുക,
ഓസ്ട്രേലിയൻ ടീം. ബിക്കോസ് അവരെൻ്റെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു അല്ലാത്തൊരു കാര്യമാണ് ചെയ്യുന്നത്. അവർ ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ടാകും. അതുകൊണ്ട് എനിക്ക് അവരെ ഇഷ്ടമാവില്ല. അപ്പോൾ ഞാനെപ്പോഴും എനിക്ക് അവരെ ഇഷ്ടമല്ല എന്ന രീതിയിൽ ഞാൻ വേണമെങ്കിൽ പറയും. ഓക്കെ, പക്ഷേ അവരൊരു മോശമാണെന്ന രീതിയിൽ ഞാൻ പറയില്ല. കാരണം ആസ് എ സ്പോർട്സ് പേഴ്സൺ ഐ നോ വെദർ ദേ ആർ പ്ലേയിങ് വെൽ ഓർ നോട്ട്. ഓക്കെ, നമ്മൾ കുറേ കാലമായിട്ട് ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ദേ ആർ പ്ലേയിങ് വെൽ ഓർ നോട്ട് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു അവരുടെ, ബട്ട് ദേ പ്ലേഡ് വെൽ. ഓക്കെ, ഒബിയസ്ലി ദേ ആർ നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ അഗേൻസ്റ്റ് മറ്റുള്ളവർ ചെയ്യണ സമയത്ത് നമുക്ക് ഡിസ്ലൈക്കുകൾ. നമ്മൾ ഡിസ്ലൈക്ക് പറയുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നത് അത് മോശമാണ് പറയുന്നത് രണ്ടും കമൻറ്റാണ്. ഓക്കെ, നമുക്ക് ഇഷ്ടമെന്നത് പേഴ്സണൽ ചോയ്സാണ്. നമുക്ക് എന്ത് ഇഷ്ടപ്പെടാതെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ എനിക്കൊരു കാര്യം ഇഷ്ടമല്ലാത്തത് കൊണ്ട് അതൊരു മോശമാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. എനിക്കങ്ങനെ ഡിസ്ലൈക്കുകൾ വളരെ കുറവാണ്, റയർ ഈവൻ എനിക്ക് എല്ലാത്തിലും മെജോറിറ്റി ലൈക്കുകളാണ് കൂടുതൽ. പിന്നെ ഒട്ടും ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളും. ഡിസ്ലൈക്ക് എന്നുള്ളൊരു ഫീൽഡ് എനിക്കില്ല. വളരെ കുറവ് ഡിസ്ലൈക്സ് മാത്രം ഉള്ളൊരു പേഴ്സണാണ്. എനിക്ക് ഇങ്ങനെ ഡിസ്ലൈക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഡിസ്ലൈക്ക് ഒരിക്കലും റോങ് എന്ന രീതിയിൽ കണ്ടത്. നമുക്കൊരു എനിക്ക് വിരാട് കോഹ്ലിയെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ദർ ആർ മെനി പീപ്പിൾ ഡസൻ ലൈക്ക് വിരാട് കോഹ്ലി. ഓക്കെ, പക്ഷേ യു ഹാവ് ദ റൈറ്റ് ടു സേ ഐ ഡോണ്ട് ലൈക്ക് വിരാട് കോഹ്ലി. ഓക്കെ, ബട്ട് യു ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു സേ വിരാട് കോഹ്ലി ഈസ് നോട്ട് ഗുഡ് ഇനഫ്. ഓക്കെ, കാരണം വിരാട് കോഹ്ലി ഈസ് ഗുഡ് ഇനഫ്. കാരണം അതുകൊണ്ടാണ് ഹീസ് ടോപ്പ് ഇൻ ദ വേൾഡ് ക്രിക്കറ്റ്. അയാൾ ഗുഡ് ഇനഫ് ആയതുകൊണ്ട് മാത്രമാണ് അയാൾ ടോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ ഒരു ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അയാൾ മേലെടുത്ത് വെച്ചിരിക്കുമെന്നല്ല. ത്രൂ ഹിറ്റ്സ് ഹാർഡ് വർക്ക്, ത്രൂ ഇറ്റ്സ് എഫേർട്ട്, ദാറ്റ് പേഴ്സൺ ബിക്കം ദ വേൾഡ് ബെസ്റ്റ് ബാറ്റ്സ്മാൻ ഓർ ബെസ്റ്റ് ക്രിക്കറ്റർ. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആയിരിക്കും. ഓക്കെ, നമുക്കൊരു പേഴ്സണെ ഇഷ്ടപ്പെടാതിരിക്കുക നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ ഇറ്റ് നെവർ ഗോയിങ് ടു ക്രോസ് ദ ലെവൽ ദാറ്റ് പേഴ്സൺ ഈസ് നോട്ട് ഗുഡ് ഇനഫ് എന്ന രീതിയിൽ. മെജോറിറ്റി സിറ്റുവേഷനിൽ അങ്ങനെയാണ്. ഇഫ് യു ഒരു കാര്യത്തിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് റോങ് ആണെന്ന രീതിയിൽ ജഡ്ജ് ചെയ്യാനാണ് നമുക്ക് ഇഷ്ടം. ഓക്കെ, ബിക്കോസ് അത് റോങ് അല്ല, നിങ്ങൾക്ക് ഇഷ്ടമല്ല, ദാറ്റ് ഈസ് ദ ലെവൽ. ഓക്കെ, നമ്മൾ ഇപ്പോൾ വിരാട് കോഹ്ലി ഇഷ്ടമില്ലാത്ത പല പീപ്പിൾസും ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇവർക്ക് എന്തിൻ്റെ ബേസിലാണ് ദിസ് പേഴ്സൺ ഗോയിങ് ടു കമൻറ്റ് ഓൺ വിരാട് കോഹ്ലി. ഒരു പേഴ്സൺ അയാളുടെ കരിയറിൽ അയാൾ എത്ര വർഷം വരെ ആ കരിയറിൽ നിന്നും അതിൻ്റെ 80% അയാളാണ് ടോപ്പിൽ, ആ ഫീൽഡിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വ്യക്തിയെ എന്തിൻ്റെ ബേസിലാണ് യു ആർ ഗോയിങ് ടു കമൻറ്റ് ദിസ് പേഴ്സൺ ഈസ് നോട്ട് ഗുഡ് എനഫ്. ആ വ്യക്തിക്ക് അതറിയില്ല ഇതറിയില്ല എന്ന് കമൻറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണെന്നാണ് ഇപ്പോഴും എനിക്ക് അറിയാത്തത്. ഐ തിങ്ക് ദോസ് പീപ്പിൾ ആർ ഡിസ്ലൈക്കിങ് ദാറ്റ് പേഴ്സൺ. അല്ലെങ്കിൽ വിരാട് കോഹ്ലി ഇഷ്ടമല്ല എന്നുള്ളതാണ് മേജർ തിങ് അവിടുത്തെ. പക്ഷേ ആ ഒരു ഡിസ്ലൈക്ക് ആ വ്യക്തി റോങ് നോട്ട് ഗുഡ് എനഫ് എന്ന കമൻറ്റിലേക്ക് എത്തിച്ചേരാണ്. വിരാട് കോഹ്ലി ഈസ് ദ ബെസ്റ്റ്. ഈവൻ അവൻ്റെ ഹേറ്റേഴ്സ് പോലും ലൈക്ക് ചെയ്യുന്ന ലെവലിലേക്ക് വിരാട് കോഹ്ലി പെർഫോം ചെയ്യും. ഓക്കെ, ഈവൻ ദ ഹേറ്റേഴ്സ് എണിച്ച് നിന്ന് ക്ലാപ്പ് ചെയ്യും. ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ് വിരാട് കോഹ്ലി. പക്ഷേ സ്റ്റിൽ വൈ പീപ്പിൾ ദിസ് പേഴ്സൺ ഈസ് നോട്ട് ഗുഡ് ഇനഫ് എന്ന രീതിയിൽ കമൻറ്റ് ചെയ്യണമെന്ന് ഇപ്പോഴും അറിയാറില്ല. ബട്ട് അപ്പോൾ എപ്പോഴും ലൈക്ക് വരുന്നത് ഫേവറബിളായിട്ട് നമ്മൾ ആക്ട് ചെയ്യണോ, ഫേവറബിളായിട്ട് നമ്മൾ ടോക്ക് ചെയ്യണോ, ഫേവറബിളായിട്ട് ബിഹേവ് ചെയ്യണോ, അതിൻ്റെ ബേസിലായിരിക്കും ലൈക്ക്. ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് യുവർ പെർഫോമൻസ്, ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് യുവർ എബിലിറ്റി ഓർ യുവർ, അതായത് നമ്മളെന്താണെന്നുള്ളതിൻ്റെ ബേസിലല്ല പറയാം. നമ്മൾ ഫേവറബിൾ ആണോ എന്ന ലെവൽ എന്നതിൻ്റെ ബേസിലാണ്. ഫേവറബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി യു ഹാവ് ടു റെഡി ഫോർ ദ ക്രിറ്റിസിസം. നമ്മുടെ ആക്ട് ഫേവറബിൾ അല്ല, നമ്മുടെ ബിഹേവിയർ ഫേവറബിൾ അല്ല, നമ്മുടെ ടോക്ക് ഫേവറബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിറ്റിസിസത്തിന് റെഡിയായി നിൽക്കണം. യു ആർ നോട്ട് ഗുഡ് ഇനഫ് എന്ന കമൻറ്റ് തന്നെയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരിക്കലും അത് ഐ ഡോണ്ട് ലൈക്ക് യു എന്ന കമൻറ്റിൽ നിൽക്കില്ല. യു ആർ നോട്ട് ഗുഡ് ഇനഫ് എന്ന കമൻറ്റ് യു ഹാവ് ടു ബി റെഡി ഫോർ ദാറ്റ്. ആൻഡ് അത് മെജോറിറ്റി സിറ്റുവേഷനിൽ നിൽക്കും. ഇപ്പോൾ നമ്മളൊരു ഗവൺമെൻറ് ആണ് ശരി, ഇനി ഓർഗനൈസേഷൻ നമ്മളൊരു ആക്ട് ചെയ്യുന്ന സമയത്ത് യു ആർ നോട്ട് ഗോയിങ് ടു ഫേവർ പീപ്പിൾ, definitely you should ready for the criticism. Okay, it's not because of you doing something wrong. നമ്മളൊരു കാര്യം ചെയ്യുന്നത് റോങ് ആയത് കൊണ്ടായിരിക്കില്ല. ഓൺലി ബിക്കോസ് ഓഫ് യുവർ ആക്ഷൻ നോട്ട് ഫേവറിങ് ദാറ്റ് പീപ്പിൾ ദേ ഗോയിങ് ടു ക്രിറ്റിസൈസ് യു. ഓക്കെ, എവ്രി വൺ. ഇപ്പോൾ ഇന്ത്യൻ സ്ക്വാഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് യു നീഡ് 15 പീപ്പിൾസിനെ നമ്മൾ സെലക്ട് ചെയ്യണം. 15 പീപ്പിളിൽ എത്രയോ പേരിൽ നിന്ന് 15 പീപ്പിളിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു ഒമിറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ അല്ലേ. എത്ര പേരെ എലിമിനേറ്റ് ചെയ്ത് 15 പേരിടണം. ആ 15 പേരിൽ എനിക്കിഷ്ടപ്പെടുന്ന വ്യക്തിയെ നിങ്ങൾ സെലക്ട് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഐ എം ഗോയിങ് ടു ക്വസ്റ്റ്യൻ യു എന്ന ലെവലല്ലേ. അല്ല അവരെ ക്രിറ്റിസൈസ് ചെയ്യും, ദിസ് പേഴ്സൺ ഈ പേഴ്സണ് അതിനുള്ള എബിലിറ്റി ഇല്ല, സെലക്ഷൻ ചെയ്യണം. ബട്ട് അത് ഇഷ്ടമായില്ല, അവരുടെ അടുത്ത ഡിസിഷൻ നമുക്ക് ഇഷ്ടമായില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ വ്യക്തിയുടെ എബിലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യും, നമ്മൾ ആ വ്യക്തിയുടെ ഇതിനെ ചെയ്യും. അങ്ങനെ പറയുന്നത് മോശം. യു ഹാവ് ദ റൈറ്റ് ടു ഡിസ്ലൈക്ക് ദ വിരാട് കോഹ്ലി, ബട്ട് ഹീ സ്റ്റിൽ ദ ബെസ്റ്റ്. എന്നെ സംബന്ധിച്ചോളം എന്നെ ഇഷ്ടപ്പെടാത്ത വ്യക്തികളും
അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ മികച്ചത് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എനിക്കങ്ങനെ ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ ഐ ബിലീവ് ദെയർ ബെസ്റ്റ് ഇൻ ദെയർ സെൽഫ്. ഇപ്പോൾ ഐ ലൈക്ക് മോർ വിരാട് കോഹ്ലി ദാൻ രോഹിത് ശർമ്മ. ബട്ട് ഐ ലവ് എന്താ പറയുക, ഐ നെവർ ഫീൽ രോഹിത് ശർമ്മ ഈസ് ബെറ്റർ ദാൻ വിരാട് കോഹ്ലി എന്ന രീതിയിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാറില്ല. ഐ ലൈക്ക് വിരാട് കോഹ്ലി മോർ ദാൻ രോഹിത് ശർമ്മ. ഓക്കെ, ഐ ലൈക്ക്, ഓക്കെ, ബട്ട് ഐ നെവർ ലൈക്ക് ടു ബിലീവ് ദാറ്റ് വിരാട് കോഹ്ലി ഈസ് ബെറ്റർ ദാൻ രോഹിത് ശർമ്മ. ഞാൻ കുറേ കൊല്ലമായിട്ട് ക്രിക്കറ്റ് കാണുന്ന വ്യക്തിയാണ്. ഐ നോ വാട്ട് ഈ രോഹിത് ശർമ്മ. ഓക്കെ, രോഹിത് ശർമ്മയുടെ എബിലിറ്റി അല്ലെങ്കിൽ ഹൗ മച്ച് ഹീസ് ബെറ്റർ എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ ഒരിക്കലും ഞാൻ ഗോയിങ് ടു യൂസ് എ വേർഡ് ദാറ്റ് രോഹിത് ശർമ്മ അല്ലെങ്കിൽ വിരാട് കോഹ്ലി ഈസ് ബെറ്റർ ദാൻ രോഹിത് ശർമ്മ എന്ന് ഞാൻ പറയില്ല. ഐ റെസ്പെക്ട് ഓൾ രണ്ട് വ്യക്തിയുടെ എബിലിറ്റിയും രണ്ട് വ്യക്തിയുടെയും പെർഫോമൻസിനെയും റെസ്പെക്ട് ചെയ്യുന്ന പേഴ്സണാണ്. എൻ്റെ ലൈക്ക് മാത്രമാണ് വിരാട് കോഹ്ലിയെ ഫേവർ ചെയ്യുക. ഓക്കെ, എൻ്റെ കമൻറ്റ് ഒരിക്കലും വിരാട് കോഹ്ലി ഫേവർ ചെയ്യില്ല. ഐ ലവ് വാച്ചിങ് വിരാട് കോഹ്ലി, ഐ ലവ് വാച്ച് രോഹിത് ശർമ്മ ആൾസോ, ബട്ട് little bit extra Virat Kohli, little bit, only little bit I am telling. I love the Rohit Sharma batting in the World Cup more than Virat Kohli. Okay, Rohit Sharmയുടെ ഒരു ഏറ്റവും പീക്ക് ഓഫ് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു വേൾഡ് കപ്പ് ആണ് 2023. അപ്പോൾ എനിക്ക് ഇഷ്ടമെന്ന് നോക്കുമ്പോൾ ഐ കം വിത്ത് വിരാട് കോഹ്ലി, ബട്ട് ഇറ്റ് നെവർ ഐ എം ടെല്ലിങ് ദാറ്റ് വിരാട് കോഹ്ലി ഈസ് ബെറ്റർ ദാൻ രോഹിത് ശർമ്മ. അങ്ങനെ ഒരു കമൻറ്റ് എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. കാരണം ദേ ഹാവ് ദെയർ എബിലിറ്റി, ദേ ഹാവ് ദെയർ ഓൺ എബിലിറ്റി. നമുക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാത്രം ഒരു വ്യക്തിയെ നമ്മൾ റോങ് പറയരുത്. ഓക്കെ, നമുക്കൊരു വ്യക്തിയെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ലിമിറ്റിൽ അതിനെ നിർത്തണം. നമുക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം റോങ് ആയിരിക്കണമെന്നില്ല. ഓക്കെ, നമുക്ക് ഇഷ്ടമല്ല ഉള്ളതെല്ലാം ശരിയായിരിക്കണം എന്നില്ല. ഓക്കെ, മെജോറിറ്റി സിറ്റുവേഷനിൽ പീപ്പിൾ നമുക്ക് ഇഷ്ടമുള്ളത് ശരിയും നമുക്ക് ഇഷ്ടമില്ലാത്തത് റോങ്. ഇതാണ് ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, അതിൽ നിന്നിട്ട് ചിന്തിക്കണം. നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും മികച്ചതായിരിക്കാം, നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും മികച്ചതും അല്ലാതെ ആയിരിക്കാം. ഓക്കെ, ബട്ട് യു ഹാവ് ടു ആക്സെപ്റ്റ് ദാറ്റ്. ഓക്കെ, നമ്മുടെ ഇഷ്ടം എന്നത് ഇഷ്ടവും ഗുഡും ബാഡും അതിന് കണക്ഷൻ ഇല്ല. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ളത് ഗുഡാണെന്നതും അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ പോർട്രേ ചെയ്യപ്പെടുന്നുള്ളതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഏറ്റവും മികച്ചത് എന്ന രീതിയിൽ പോർട്രേ ചെയ്യാൻ. ഇപ്പോൾ ഇഫ് ഐ ലൈക്ക് സമ്മൺ, ഐ ലൈക്ക് ടു സേ ദാറ്റ് പേഴ്സൺ ഇസ് ദ ബെസ്റ്റ് അല്ലേ. ഇപ്പോൾ എനിക്ക് വിരാട് കോഹ്ലി ഇഷ്ടമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം വിരാട് കോഹ്ലിയാണ്. ബട്ട് അതുകൊണ്ട് ഞാൻ വിരാട് കോഹ്ലിയാണ് ബെസ്റ്റ് എന്ന രീതിയിൽ പറയാൻ എനിക്ക് ഇഷ്ടമല്ല. ദർ ആർ മെനി പീപ്പിൾ കോമ്പീറ്റ് വിത്ത് ഹിം ടു ഗെറ്റ്, ബട്ട് വിരാട് കോഹ്ലി ഓവർ ലെവലിൽ എത്തിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഐ യൂസ് ടു സേ വിരാട് കോഹ്ലി ഇസ് ദ കിങ് എന്ന് പറയും. കാരണം അത്രയും ഡിസ്റ്റൻസ് മറ്റുള്ളവരായിട്ട് അല്ലെങ്കിൽ ഡിഫറൻസ് ആൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇറ്റ്സ് നോട്ട് എ ടച്ച് ആൻഡ് ഗോ, ഇത് ആൾറെഡി പീക്ക്. അതുകൊണ്ട് മാത്രം പറയണം, അല്ലാണ്ട് ഇപ്പോൾ ടച്ച് ആൻഡ് ഗോ ആണെങ്കിൽ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കില്ല. അപ്പോൾ ലൈക്കും ഗുഡ് ആൻഡ് ബാഡും തമ്മിലൊരു കണക്ഷൻ ഇല്ല. ഓക്കെ, ബേസിക്കലി ഉണ്ട് എന്ന് പറഞ്ഞ രീതി. ഇഫ് ഐ ലൈക്ക് അല്ലെങ്കിൽ ബേസിക്കലി ഒരു ഹ്യൂമൻ ഒരു കാര്യം ലൈക്ക് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ഗുഡ് എന്ന രീതിയിൽ പറയും. ഇഫ് എ പേഴ്സൺ ഒരു ഹ്യൂമൻ ഡിസ്ലൈക്ക് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ദ ബാഡ് എന്ന് പറയും. അപ്പോൾ ഈ ലൈക്ക് ഉണ്ടാകുന്നത് ബേസിക്കലി ഫേവറബിൾ, നമുക്കിഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് യു ഗോയിങ് ടു ലൈക്ക്. അല്ലെങ്കിൽ ഇഫ് യു നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലെ സംഭവിക്കുന്നെങ്കിൽ യു ഗോയിങ് ടു ഡിസ്ലൈക്ക്. ഇറ്റ്സ് എ കോമൺ ഹ്യൂമൻ തിങ്. ഓക്കെ, ദാറ്റ് ഹാപ്പൻ. ചില സമയത്ത് നിങ്ങൾ ലൈക്കിലൂടെ പോവും. ദ സെയിം. ഇപ്പോൾ ഞാൻ തന്നെ പല സിറ്റുവേഷനും ഫേവറബിളായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് പീപ്പിൾ കം ആൻഡ് ലൈക്ക് മീ. വെൻ ഐ ആക്ട് ഇൻ എ വേ ദാറ്റ് നോട്ട് ഫേവറിങ് ദം, ദേ കം ടു ഡിസ്ലൈക്ക് മീ. രണ്ട് എക്സ്പ്രഷനും ഞാൻ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാകാറുണ്ട് പീപ്പിൾ നോട്ട് ലൈക്കിങ് മീ, അവരെന്നെ അല്ല ഇഷ്ടപ്പെടുന്നത്, എൻ്റെ ആക്ഷനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന രീതിയിൽ. ഞാൻ ഒരിക്കലും ഫേവറബിളായിട്ട് ആയിരിക്കും ആക്ട് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല. ഐ ലൈക്ക് ടു എല്ലാ സിറ്റുവേഷനിലും ഐ ട്രൈ ടു ഡു ദ ബെറ്റർ തിങ്, ട്രൈ ചെയ്യുകയാണ്. സംടൈംസ് ഗോ ഗുഡ്, സംടൈംസ് ഗോ റോങ്, സംടൈം ഐ മേക്ക് മിസ്റ്റേക്ക് എന്ന രീതിയിലാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. അല്ലാതെ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ആക്ഷൻ ഞാൻ ഫോം ചെയ്ത് വെച്ചിട്ടില്ല. യു ഹാവ് ടു ഡു ദിസ്, ദെൻ യു വിൽ ഗോയിങ് ടു ഗെറ്റ് ലോട്ട് ഓഫ് ലൈക്സ്, ദെൻ യു ഗോയിങ് ടു ഡു ഗെറ്റ് ലോട്ട് ഓഫ് അറ്റൻഷൻ, യു ഗോയിങ് ടു ഗെറ്റ് ലോട്ട് ഓഫ് അപ്രീസിയേഷൻ. ഇതെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടും, ഇതെല്ലാം കഴിച്ചാൽ നിങ്ങൾക്ക് അറ്റൻഷൻ കിട്ടും എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കാറില്ല. എവറി സിറ്റുവേഷൻ കം ഐ ചാലഞ്ച് മൈ ബ്രെയിൻ വാട്ട് ഷുഡ് ബി ദ ബെറ്റർ തിങ് ടു ഡു ഇൻ ദിസ് സിറ്റുവേഷൻ. സംടൈം ഐ ഗസ് റോങ് ആയി പോകും. കാരണം അതൊരു ഇൻസ്റ്റിങ്ക്റ്റിൽ നമുക്ക് തോന്നുന്ന കാര്യമാണ് നമ്മൾ ചെയ്യാറുള്ളത്, അല്ലാതെ ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ആക്ഷൻ അല്ല. ചില സമയത്ത് ലൈക്സ് വരും, ചില സമയത്ത് ഡിസ്ലൈക്സ് വരും. അപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലാവും പീപ്പിൾ ആർ നോട്ട് ലൈക്കിങ് അസ്, അല്ലെങ്കിൽ നമ്മളെ അല്ല പീപ്പിൾ ഇഷ്ടപ്പെടുന്നത്, നമ്മുടെ ആക്ഷനിലേക്കാണ് അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബിയസ്ലി നമ്മുടെ ആക്ഷൻ ഇഫ് ഡിസ്ഫേവറിങ് ഒരു പേഴ്സണെ ഡിസ്ഫേവർ ചെയ്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ദാറ്റ് പേഴ്സൺ ഗോയിങ് ടു ഡിസ്ലൈക്ക് യു. ഫേവർ ചെയ്താൽ ലൈക്കും. അതൊരു ടെമ്പററി തിങ് ആയിട്ട് ഞാൻ കാണാറുള്ളൂ. ഇറ്റ്സ് നോട്ട് എ പെർമനൻറ്റ് തിങ്. ലൈക്സ് ഇസ് നോട്ട് എ പെർമനൻറ്റ് തിങ്, ബട്ട് ഇറ്റ്സ് പാർട്ട് ഓഫ് യു ഹാവ് ടു റെഡി ഫോർ ദ, അതായത് ഫേവറബിൾ അല്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ ബോധം ഉണ്ടെങ്കിൽ യു ഹാവ് ടു ബി റെഡി ഫോർ ദ ക്രിറ്റിസിസം ആൾവേസ് ഓൺ യുവർ ഹെഡ്. അത് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ആൻഡ് യു ഹാവ് ടു റെഡി ഫോർ ദാറ്റ്.